ഷിരൂരിലേക്ക് പോകാം. ഷിരൂരിൽ അവിടെ മണ്ണിടിഞ്ഞ ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലാണ്. കരയിൽ പരിശോധന നടത്താനാണ് സൈന്യത്തിന്റെ ഇനിയുമുള്ള തീരുമാനം. ലോറി ഇല്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കുന്നതുവരെ മണ്ണ് നീക്കും. ഡീപ് സെർച്ച്, മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളും ഈ തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. കരയിലെ പരിശോധന പൂർത്തിയായാൽ മാത്രമായിരിക്കും പുഴയിലെ വിശദമായ പരിശോധന. KV ബൈജു ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ബൈജു, വളരെ പ്രതീക്ഷയോടെ എന്നുള്ള കാത്തിരിപ്പ് ഇങ്ങനെ അനന്തമായി നീളുകയാണ് ബൈജു. എത്ര നാളായി, എത്ര മണിക്കൂറുകളായി നമ്മളിങ്ങനെ അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അർജുനിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ രാവിലെ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ? ഇന്നലെ എത്ര മണിവരെയാണ് തെരച്ചിൽ നീണ്ടുന്നത്? എൽദോ, തീർച്ചയായും കേരളം ഒന്നടങ്കം ചോദിക്കുന്നതാണ് അർജുൻ എവിടെ, അർജുൻ സഞ്ചരിച്ച ലോറി എവിടെയെന്ന ആ ചോദ്യം തന്നെയാണ് ഇന്നും ഉയർന്നു വരുന്നത്. ഇന്ന് രാവിലെ മുതൽ ആ ചോദ്യം തന്നെ നമ്മൾക്ക് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം കുടുംബവും അതുപോലെ തന്നെ വിദഗ്ധരും, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് കരയിലെ മുഴുവൻ മണ്ണും നീക്കണം. കരയിൽ ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. ആ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ തിരച്ചിൽ, ഈ കരയിലുള്ള തിരച്ചിൽ അവസാനിപ്പിക്കാവൂ എന്നാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ റവന്യൂ മന്ത്രിയുടെ ഒരു പ്രസ്താവന തന്നെയാണ്. വളരെ നിരാശാജനകമായ ഒരു പ്രസ്താവന. കരയിൽ ലോറി ഇല്ല എന്നത്. ഇതിൽ ഇവർ പറയുന്നത് ഈ മൺകൂനിൽ മുകളിൽ നിന്നും ഇത്തരത്തിൽ ദ്വാരമുണ്ടാക്കി അതിൽ കമ്പി കടത്തി റോഡിലേക്ക് അത്തരത്തിലുള്ള ശാസ്ത്രീയമല്ലാത്ത പരിശോധന നടത്തി ഒരു പ്രസ്താവന കരയിൽ ഇല്ല എന്നൊരു പ്രസ്താവനയാണ്. ഏതായാലും കരയിലും പുഴയിലും ഒരേ സമയത്ത് തന്നെ തിരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യവുമായി കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വിദഗ്ധർ കരയിലെ പരിശോധന അവസാനിപ്പിക്കരുതെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇപ്പോഴും കരയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ കർണാടക സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന വലിയ നിരാശയുണ്ടാക്കുന്നത്. എന്തായാലും സൈന്യം അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ ഇപ്പോൾ ഏറ്റെടുക്കും. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആരംഭിക്കും. ഏതായാലും സൈന്യം ഈ കരയിൽ തിരച്ചിൽ തുടരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കരയിൽ തിരച്ചിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ പുഴയിലുള്ള തിരച്ചിലിനും സാധ്യതകൾ അവർ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. അതിനിടയിൽ തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ മഴ ഇപ്പോൾ രാവിലെ മുതൽ ശക്തമായി പെയ്യുന്നുണ്ട് എന്നതാണ് തന്നെയാണ്. ഏതായാലും അത് ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനൊന്നും ബാധിക്കില്ല എന്നാണ് നമുക്ക് ഇവർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലുള്ള തിരച്ചിലായിരിക്കില്ല ഇന്ന്. സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തിരച്ചിൽ. അവർ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കും തിരച്ചിൽ നടക്കുക. അതിന് സംസ്ഥാന സർക്കാരിന്റെ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും, അവർക്ക് സഹായകമായി എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന വന്നത്. കരയിൽ ഈ ലോറി ഇല്ല എന്നത് അത് വലിയ നിരാശ കുടുംബത്തിനുമൊപ്പം ഈ അർജുനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും സമ്മാനിച്ചത്. അത് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന വളരെ ശാസ്ത്രീയമായ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലല്ല എന്ന ഒരു തരത്തിലാണ് ഈ കുടുംബം ഉൾപ്പെടെ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുടുംബം പോലും ചോദിക്കുന്നത്, ഇതിലുള്ള വിദഗ്ധർ പോലും ചോദിക്കുന്നത്, ചന്ദ്രനിൽ പോകാൻ പോലും സാങ്കേതിക വിദ്യയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഒരു ലോറി ഇത്തരത്തിൽ മണ്ണിനടിയിലോ അല്ലെങ്കിൽ തന്നെ ഈ പുഴയിലെ അടിത്തട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇവിടെ ഉപയോഗിക്കാത്തത് എന്നാണ്. അത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഈ ലോറി എവിടെയാണെന്ന് കണ്ടെത്തുക, അതിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ഏറ്റവും അവസാന പ്രതീക്ഷയാണ് ഇനി ബാക്കി ഉള്ളത്. അതിനുള്ള ശ്രമം ഇനി ഇന്നുകൂടി നടത്തില്ലെങ്കിൽ നമുക്ക് വലിയ നിരാശ ഉള്ള ഒരു വാർത്ത തന്നെ ഇവിടുന്ന് നൽകേണ്ടി വരും. അത്തരത്തിലുള്ള വാർത്തയായിരിക്കും കേൾക്കേണ്ടി വരിക. ആ ലോറി കണ്ടെത്താൻ ഇനിയും കഴിയാതെ 7 ദിവസമായിട്ടും ലോറി കണ്ടെത്താൻ കഴിയാത്തത് വലിയ തോതിലുള്ള വിമർശനത്തിനും പ്രതിഷേധത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ആ പ്രദേശവാസികളായ 2 പേർ കൂടി ഈ മണ്ണിനടിയിലുണ്ട്. അവരെയും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇങ്ങനെയാണോ ഒരു ദുരന്ത മുഖത്ത് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന ചോദ്യം വരുന്നു. ഇന്നലെ
ഉച്ചയ്ക്ക് സൈന്യം വന്നപ്പോൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുടെയും ഒരു വലിയ സംഘം തന്നെയായിരുന്നു ഈ അപകടം നടന്ന സ്ഥലത്ത്. രക്ഷാപ്രവർത്തനം പോലും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടായി. എന്തായാലും വലിയ തോതിലുള്ള വിമർശനം ഇതിനൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും മുഖം രക്ഷിക്കാനാണ് കർണാടക സർക്കാർ ശ്രമിച്ചത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പോലും ഇല്ല, ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും ഇല്ല, ഒരു അന്വേഷണം പോലും നടത്താതെ ഒരു വീഴ്ചയുമില്ല ഈ അന്വേഷണത്തിൽ നിന്ന്. ഒരു 6-ാം ദിവസവും ലോറിയും അർജുനെയും ഒപ്പം 2 പ്രാദേശിക ഇവിടുത്തെ ആളുകളെയും കാണാതായിട്ട് അവരെ കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു വീഴ്ചയുമില്ലെന്ന് പ്രസ്താവന, ഒരു അന്വേഷണം പോലും നടത്താതെ പ്രസ്താവന ഇറക്കി. മുഖം രക്ഷിക്കാനായിരുന്നു ഇന്നലെ കർണാടക മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഒപ്പം റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയും വളരെ നിർഭാഗ്യകരമാണെന്നാണ് കുടുംബം പറയുന്നത്. ഈ രഞ്ജിത്ത് ഉൾപ്പെടെ ഈ മേഖലയിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുഴുകുന്നുണ്ട്. അദ്ദേഹം പോലും പറയുന്നത് ഈ കരയിലെ മുഴുവൻ പരിശോധനയും പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും നിരവധിയിടങ്ങളിൽ മൺകൂനകൾ ഇപ്പോഴും ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ഇത്തരത്തിൽ മുകളിൽ കുഴി ഉണ്ടാക്കി അതിൽ കമ്പി കുത്തിനോക്കി റോഡിലേക്ക് ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്കായിരുന്നു ഇന്നലെ എത്തിയത്. ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്താവനയും ഉണ്ടായത്. എന്തായാലും കരയിലില്ല എന്നൊരു സ്ഥിരീകരണമാണ് കർണാടക സർക്കാർ നൽകുന്നത്. ഇനി കരയിലില്ലെങ്കിൽ തന്നെ പുഴയിലുള്ള തെരച്ചിൽ എന്തിനാണ് താമസിക്കുന്നത്? ഇന്നലെ രാത്രി അടിയന്തരമായി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തേണ്ടതല്ലേ? സൈന്യം പ്രാഥമികമായി ഇന്നലെ ഈ സ്ഥലത്ത് ഉച്ചയ്ക്ക് ശേഷം എത്തിയതേ ഉള്ളൂ. അവരുടെ സംവിധാനങ്ങൾ അതിൽ തൊട്ട് പിറകെ വരാൻ ഉണ്ടായിരുന്നതേ ഉള്ളൂ. അപ്പോഴും ആ തെരച്ചിൽ, ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള തെരച്ചിൽ അത് ഊർജിതമായി ഇന്നലെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരം തെരച്ചിലൊന്നും ഇന്നലെ നടന്നില്ല. അത് തന്നെയാണ് വലിയ വിമർശനത്തിനിടയാക്കിയത്. എന്നാലും അർജുനെ തിരിച്ചു വേണം എന്ന കുടുംബം ആവശ്യപ്പെടുന്നു. വളരെ വൈകാരികമായ തലത്തിലേക്കാണ് ഇവിടെ നിന്നും കാര്യങ്ങൾ നീങ്ങുന്നത്. കാലാവസ്ഥയും വളരെ മോശമാണ്. ഇനി വൈകിപ്പിച്ചാൽ ഒരുപക്ഷെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം പോലും മുഴുവനായും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കാലാവസ്ഥ നമ്മൾ ഇന്നലെ തന്നെ തത്സമയം അവിടുത്തെ മഴയും ആ സമയത്തുണ്ടായ രംഗങ്ങളും എല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് തത്സമയമായി തന്നെ കാണിച്ചതാണ്. അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വലിയ തോതിൽ ഇനിയും കാലാവസ്ഥ ശക്തി പ്രാപിച്ചാൽ അത് വലിയ തടസ്സമാകും. നമുക്ക് നിരാശയായിരിക്കും ഇനി ഇവിടെ നിന്നും നമുക്ക് ഉണ്ടാവുക. അത് തന്നെ അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാർത്തകളായിരിക്കും ഇവിടെ നിന്നും പുറത്തു വരിക. എന്നാലും ഇന്നൊരു ദിവസം അവസാനമായ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബവും ഒപ്പം ഈ മറ്റ് ഇവിടെയുള്ള ഇവരുടെ ബന്ധുക്കളും ഒപ്പം നമ്മളും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായ സമ്മർദ്ദം മാധ്യമങ്ങളിലൂടെയും അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളിൽ നിന്നും ഉൾപ്പെടെ ജനപ്രതിനിധികളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഈ തെരച്ചിൽ ഒരു വേഗത കൈവരിച്ചതെന്ന് വേണം പറയാൻ. പല ഘട്ടത്തിലും ചെറിയൊരു മഴ വന്നാൽ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ തന്നെ 8:30 വരെ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിട്ടും 7 മണിക്ക് അകം തന്നെ തെരച്ചിൽ പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യം. ഏതായാലും സൈന്യം ഇന്ന് പൂർണ്ണ സജ്ജമായി കളത്തിലിറങ്ങുന്നത് ഇന്നായിരിക്കും. അത് തന്നെ ഈ പുഴയിലും ഒപ്പം കരയിലും ഒരു തെരച്ചിൽ നടത്താൻ തന്നെയാണ് ഈ സൈന്യത്തിന്റെ തീരുമാനം. ഏതായാലും ഇവർ കരയിലില്ല, ഈ ലോറി ഇല്ല എന്ന ഒരു സ്ഥിരീകരണം ഏതായാലും സൈന്യം അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. എന്തായാലും അത് തന്നെയാണ് വലിയ നിരാശയുണ്ടാക്കുന്നത്. നമുക്ക് ഈ ശിരൂരിൽ നിന്നും ഇപ്പോൾ ഏറ്റവും നിരാശയുണ്ടാക്കുന്ന പ്രസ്താവന അതുതന്നെയാണ്. ഒരു കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധന നടത്തി സംശയം കുടുംബവും ഉന്നയിക്കുന്നു അത്തരത്തിലുള്ള ആരോപണം. ബൈജു, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നിലവിലത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഈ ഇന്നലെ പല സമയത്തും കനത്ത മഴയെ തുടർന്ന് ഈ രക്ഷാദൌത്യം നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മഴ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? കാലാവസ്ഥ അനുകൂലമാണോ? ദുർഘടമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമോ ഈ തിരച്ചിലിനിടയിൽ? എൽദോ, സൈന്യത്തിന്റെ പ്രതിനിധികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്ക് ഈ കാലാവസ്ഥയൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി തിരച്ചിൽ ഇവരുടെ രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലൊന്നും ബാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നേരിയ തോതിലുള്ള മഴയുണ്ട്. അത് നമുക്ക് സൈന്യം കളത്തിലിറങ്ങിയതുകൊണ്ട് തന്നെ ഈ ഒരു മഴ വരുമ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തുന്ന രീതിയല്ല സൈന്യത്തിൻ്റെത്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തുക, അത് സൈന്യത്തിന്റെ ഒരു രീതിയാണ്. അവരുടെ സംവിധാനങ്ങളെല്ലാം ഇന്ന് രാവിലെയോടുകൂടിയാണ് എത്തിയത്. പ്രാഥമികമായി 40 അംഗ സംഘം ഈ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുകയാണ് ഇന്നലെ ഉണ്ടായത്. അവരുടെ പരിശോധന ഇന്നലെ ആരംഭിച്ചിട്ടില്ല. അവർ ഈ രീതിയിൽ ഈ സ്ഥലത്തെത്തി എന്താണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്ന ഒരു വിലയിരുത്തൽ മാത്രമാണ് അവർ നടത്തിയിരുന്നത്. ഇന്നാണ് പൂർണ്ണ സജ്ജമായി സൈന്യത്തിന്റെ തെരച്ചിൽ, അർജുനായുള്ള തെരച്ചിൽ, അർജുന്റെ ലോറിക്കായുള്ള തെരച്ചിൽ, ഇവിടുത്തെ പ്രദേശവാസികളായി കാണാതായ 2 പേർക്കായുള്ള തെരച്ചിലൊക്കെ ഇന്നാണ് നടക്കുക. എന്തായാലും ഈ ഏത് കാലാവസ്ഥയായാലും അതൊന്നും ഈ തെരച്ചിലിനെ രക്ഷാപ്രവർത്തനത്തിന് ബാധിക്കുന്നതല്ല എന്നാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും
നമുക്ക് കിട്ടിയ ഒരു വിശദീകരണം. എന്തായാലും കൂടുതൽ ആളുകൾ വേണമെങ്കിൽ 4 മണിക്കൂർ ദൂരമാണ് ഇവരുടെ ഈ ക്യാമ്പിലേക്കുള്ളത്. അവിടെ നിന്നും കൊണ്ടുവരും എന്ന് തന്നെയാണ് സൈന്യം പറഞ്ഞത്. ഏതായാലും അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇതിനൊരു ഉത്തരം നൽകാൻ കഴിയുമെന്നത്. ഇതിലേറ്റവും ഇപ്പോഴും നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോറി എവിടെയാണ്? ഇനി കരയിലില്ല എന്ന് പറയുമ്പോൾ പുഴയുടെ അടിത്തട്ടിലുണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നേരത്തെ കരയിലും പുഴയിലുമുള്ള ഒരു തെരച്ചിലൊക്കെ നടത്താതെ വളരെ മന്ദഗതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തി? കാരണം ജീവനോടെ ഉണ്ട് എന്ന ഒരു തരത്തിലുള്ള പ്രതീക്ഷകൾ നമ്മൾ ഓരോ ഘട്ടത്തിലും ഈ സംസ്ഥാന സർക്കാരിനോട് കർണാടക സർക്കാരിനോടും നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അതിനുള്ള ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിശോധന എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ഒരു വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും ഇനി തർക്കങ്ങൾക്കും അതിനും അപ്പുറം ഈ ബന്ധുക്കൾ തന്നെ പറയുന്നത് ഒരു തർക്കത്തിനല്ല നമ്മൾ ഇത് പറയുന്നത്. നമുക്ക് വേണ്ടത് അർജുനെയാണ്, അർജുനെ കണ്ടെത്തുകയാണ്. ഇനി അത് ജഡമായി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്നാണ് സഹോദരൻ ഉൾപ്പെടെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. വളരെ വൈകാരികമായ തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ആ ചോദ്യം ഇനിയും ആവർത്തിക്കേണ്ട, ഓരോ ദിവസം കഴിയുമ്പോഴും 7 ദിവസമാകുമ്പോഴും വീണ്ടും ആവർത്തിക്കേണ്ട ഒരു ഗതികെട്ട സാഹചര്യമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനം. നേരത്തെ അവരുടെ ബന്ധു സൂചിപ്പിച്ചിരുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ, ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതൊക്കെ വലിയ തലത്തിൽ ലോകോത്തര തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുമ്പോഴാണ് ഒരു ലോറി ഇത്തരത്തിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ആ ലോറിക്കകത്ത് ഒരു ജീവൻ ഉണ്ടെന്ന് ഒരു കുടുംബം പറയുമ്പോഴും അത് കണ്ടെത്താൻ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ കൊണ്ടുവരാത്തത്. കാരണം ഇത് കർണാടകയാണ്, ബംഗളൂരിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല. മാത്രമല്ല ഗോവ, മഹാരാഷ്ട്ര ഒക്കെ ഇതിൽ അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊക്കെയുള്ള സഹായങ്ങൾ തേടാം. പക്ഷേ കർണാടക സർക്കാർ അത്തരത്തിൽ മറ്റേതെങ്കിലും സർക്കാരിന്റെയോ അത് മാത്രമല്ല കേരള സർക്കാരിന്റെ ഈ തെരച്ചിലിൽ ഇത്തരത്തിൽ പങ്കാളികളാവണം, അല്ലെങ്കിൽ ഇവർക്ക് സഹായകരമായി ഉണ്ടാവണം, അത്തരത്തിലുള്ള ഒരു ഇവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും ഇല്ല. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർ പോലും ഇവിടെ കേരളത്തിൽ നിന്നെത്തി നാട്ടുകാർ പോലും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിരിക്കുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്നും ഈ മുകൾ ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ കടുത്ത കെ വി ബൈജുവാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തെരച്ചിൽ അത് ഇന്നും തുടരും. 7ാം ദിവസത്തിലാണ്. അർജുനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അർജുൻ അതെവിടെയാണ് എന്ന് പക്ഷേ ഇതുവരെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അർജുന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ പരാതി ഉന്നയിക്കുന്നതിൽ എങ്ങനെ അത്ഭുതപ്പെടാൻ കഴിയും? നമ്മളെല്ലാവരും ഇത്രയും കാത്തിരുന്നിട്ടും നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും അർജുനിലേക്ക് എത്താൻ കഴിയാത്തത് വലിയ നിരാശ നൽകുന്നു. കരയിൽ ലോറി